ഹലോ എല്ലാവരും. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡേറ്റ് കഴുത കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം. കോർപ്പറേഷന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ പരിശോധിക്കും. തരിരതമിഹാം എഗ്മന് ദരയെ 2025 മാർച്ച് 23 വരെ നിലവിലുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ജെയ്ത് കരലത കോർപ്പറേഷൻ തരതമിഥം ഉപവിഭാഗത്തിൽപ്പെടുന്നു. കമച്ചമ ദത്യഹങ്കര 95 കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാന പരിഹാരങ്ങൾ കാണുക. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം -8.5 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.7 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലും മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. -8.5 പോയിന്റിനെതിരെ ദലിതമോ ഹാം. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ദലിതമോ ഹാം ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ദരിദ്രതമെ ഹെദം -10.7% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 17.4%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനിയുടെ വിപണി മൂലധനം ദരിദ്രതമോ ഹാം മൂല്യം $0.39 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $539 ബില്യൺ ആണ്. ദരിദ്രതമോ ഹാം 0.073% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.1 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $139 ബില്യൺ ആണ്. ദരിദ്രതമോ ഹാം 0.004% വിഹിതം ഉൾക്കൊള്ളുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ദരിദ്രതമോ ഹാം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.073%. പുസ്തക മൂല്യം 0.004%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 95% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ കടങ്ങൾ $0.055 ബില്യൺ ആണ്. കമ്പനിയുടെ മൂലധനത്തിന്റെ 550% ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ ലാഭവും തമ്മിലുള്ള ബാലൻസ് 0 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 66.1 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$27 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 4.9 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 4 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 23% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $80 മില്യൺ ആണ്. വരാനിരിക്കുന്ന 12 മാസത്തെ വരുമാനം പ്രവചിച്ചിട്ടില്ല. കമ്പനിയുടെ വിലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവ് ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്.
വിൽപ്പന മാർജിൻ -33.9%. ഉപവിഭാഗത്തിൽ ശരാശരി 6%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 39.9%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.049%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 49% കുറവാണ്. ഇത് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരുപക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $2,127,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $1,425,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 49.3%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $147,300,000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $21,600,000 ആണ്. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 583%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനം $434,000 ആണ്. ഉപവിഭാഗം പ്രകാരം $360,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 21%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അനുമാനം സഹിക്കാവുന്നത് -0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.1% വരും. ഉപവിഭാഗ ശരാശരി 2%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സാങ്കേതിക സൂചകം JD14 കമ്പനിക്ക് 52% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ JD ലെവൽ 14 ഏകദേശം 47%. സാങ്കേതികമായി ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $12.03 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $17.58 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 46%. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $12.02 എന്ന നിരക്കിൽ വിൽക്കാൻ ഓപ്പൺ ചെയ്യുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ മൂല്യം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതി ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക. ലാഭം 9.33 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 14.71 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 ഏപ്രിൽ 22 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ KWBKW എന്നതാണ് പ്രധാന വാങ്ങൽ ഇടപാട്. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി.
നിങ്ങൾ ശരിക്കും മികച്ച പ്രേക്ഷകരാണ്.